സ്നേഹവന്ദനം. കഴിഞ്ഞ ആഴ്ചയിൽ എബ്രായ ലേഖനം 8-ാം അധ്യായത്തെക്കുറിച്ചുള്ള പഠനമാണ് നമ്മൾ നടത്തിയത്. ഈ ആഴ്ചയിൽ 9-ാം അധ്യായത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സാണ് നടത്താൻ ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ പൊതുവെ കാണുന്നത് പോലെ താരതമ്യങ്ങൾ തന്നെയാണ് ഈ 9-ാം അധ്യായത്തിലും കാണാൻ കഴിയുക. പ്രധാനമായും ഈ 9-ാം അധ്യായത്തിലെ ചർച്ച ചെയ്യുന്ന വിഷയം കൂടാരം എന്നുള്ളതാണ്. സമാഗമന കൂടാരം, മന്ദിരം എന്നുള്ളത്. ഇവിടെ രണ്ട് ആരാധനാ മന്ദിരങ്ങളെക്കുറിച്ചുള്ള താരതമ്യമാണ് മുമ്പോട്ട് വെക്കുന്നത്. ഒന്നാമത്തേത് മോശ മുഖാന്തരം ദൈവ കൽപ്പനയാൽ നിർമ്മിച്ച മനുഷ്യ നിർമ്മിതമായ ആരാധനാ കൂടാരത്തെക്കുറിച്ച്. അത് മനുഷ്യനിർമ്മിതമായിരുന്നു എന്ന് എബ്രായ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ കൂടാരം യേശുക്രിസ്തു തന്നെ കടന്നുപോയ ദൈവിക കൂടാരത്തെക്കുറിച്ചാണ്. താൻ തന്നെ യാഗവും യാഗവസ്തുവും പുരോഹിതനും ഈ കൂടാരവുമായിരുന്നുകൊണ്ട് അർപ്പിച്ച ഒരു അമാനുഷികമായ മനുഷ്യനിർമ്മിതമല്ലാത്ത സൃഷ്ടിയല്ലാത്ത ഒരു കൂടാരത്തെക്കുറിച്ച്, ആ കൂടാരത്തിൽ നടന്ന പരമയാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ അധ്യായം മുന്നോട്ട് പോകുന്നത്. ആദ്യത്തെ 10 വാക്യങ്ങൾ പ്രധാനമായും പഴയ നിയമകാലത്ത് നിലനിന്നിരുന്ന ടാബർനാക്കിളിനെ കുറിച്ചാണ്, സാക്ഷ്യ കൂടാരത്തെക്കുറിച്ച്, ആരാധനാ കൂടാരത്തെക്കുറിച്ചാണ് ആദ്യത്തെ 10 വാക്യങ്ങൾ പരാമർശിക്കുന്നത്. അതിൻ്റെ വിശദ വിവരം അതിൽ നമുക്ക് കാണാൻ കഴിയും, എങ്ങനെയാണ് ഇത് ചമച്ചത് എന്നുള്ളത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ വേദപുസ്തകത്തിൽ ഏറെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്തിട്ടുള്ള ഒന്നാണ് ഈ സമാഗമന കൂടാരം എന്നുള്ളത്. ചില പഠിതാക്കൾ വേദപുസ്തകത്തിലെ 50ഓളം അധ്യായങ്ങളിൽ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി 50ഓളം അധ്യായങ്ങളിൽ ഈ ടാബർനാക്കിളിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ 13 അധ്യായങ്ങളിലും, ലേവ്യ പുസ്തകത്തിൽ 18 അധ്യായങ്ങളിലും, സംഖ്യാപുസ്തകത്തിൽ 13 അധ്യായങ്ങളിലും, ആവർത്തന പുസ്തകത്തിൽ 2 അധ്യായങ്ങളിലും, എബ്രായ ലേഖനത്തിൽ 2 അധ്യായങ്ങളിലുമായി ഇങ്ങനെ 50 അധ്യായങ്ങളിൽ ഈ സമാഗമന കൂടാരത്തെക്കുറിച്ച് വേദപുസ്തകം ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് ഈ പഠിതാക്കൾ അവകാശപ്പെടുന്നത്. അതെന്തു തന്നെയും ആയിക്കോട്ടെ, അത്രമാത്രം പ്രാധാന്യം ഇതിനുണ്ട് എന്നുള്ളത്. പഴയ നിയമകാലത്ത് നിലനിരുന്ന ഈ സമാഗമന കൂടാരം 3 ഭാഗങ്ങളായിട്ടാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും മുമ്പിൽ ഔട്ടർ കോർട്ട് എന്ന് പറയുന്ന പ്രാകാരം, രണ്ടാമത് വിശുദ്ധ സ്ഥലമാണ്, ഹോളി പ്ലേസ് എന്ന് പറയുന്നത്, മൂന്നാമത് അതിവിശുദ്ധ സ്ഥലം, മോസ്റ്റ് ഹോളി പ്ലേസ് എന്നുള്ളത്. ഈ 3 ഘട്ടങ്ങളായിട്ടാണ് ഈ സമാഗമന കൂടാരം നിലനിന്നിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പുതിയ നിയമം ഇതിന് വിവിധ അർത്ഥങ്ങളിൽ ഈ മന്ദിരത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. വിവിധ കാഴ്ചപ്പാടുകളിൽ ഈ മന്ദിരത്തെ കാണും. പ്രധാനമായിട്ടും 3 തരത്തിൽ ഈ മന്ദിരം എന്നുള്ള ചിന്ത, മന്ദിരം എന്ന് നമ്മൾ ഇന്ന് പറയുന്ന ഒരു ദേവാലയത്തെക്കുറിച്ചുള്ള ചിന്തയല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആവാസം ഉണ്ടായിരുന്ന പഴയ നിയമ കാലത്തെ മന്ദിരത്തെക്കുറിച്ചാണ് ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. പ്രധാനമായും 3 തലങ്ങളിൽ ഈ മന്ദിരത്തെക്കുറിച്ച് മനുഷ്യജീവിതത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഒന്നാമത്തേത്, ഒരു വ്യക്തി തന്നെ ഈ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു എന്ന് പഠിപ്പിക്കുന്ന ഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിലും, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലും ഈ 2 അധ്യായങ്ങളിൽ നിങ്ങളുടെ ശരീര മന്ദിരമാകുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ മന്ദിരമാണ് മനുഷ്യൻ്റെ ശരീരം എന്ന്. അത് ഈ മന്ദിരം എന്നുള്ളത് പഴയ നിയമ കാലത്ത് നിലനിന്നിരുന്ന ടാബർനാക്കിളിനെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ട് ദൈവം വസിക്കുന്ന ഒരിടം എന്ന അർത്ഥത്തിൽ കൂടെയാണ് പഴയ നിയമകാലത്ത് ഇതിനെ മനസ്സിലാക്കിയിരുന്നത്. 2, സഭയെക്കുറിച്ച് പറയുമ്പോഴും ഈ തരത്തിൽ ഈ ടാബർനാക്കിളിനോട് ബന്ധിപ്പിച്ച് പറയാറുണ്ട്. നമുക്ക് ഈ സമാഗമന കൂടാരത്തിൻ്റെ വിശദമായ വിവരം പഴയ നിയമത്തിൽ ലഭ്യമാകുന്നത് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിലാണ്. അതിൻ്റെ 9-ാം വാക്യം മുതൽ ആദ്യത്തെ 9 വാക്യങ്ങളിൽ ഈ സമാഗമന കൂടാരത്തിൻ്റെ വിശദ വിവരം ലഭ്യമാണ്. ഇവിടെ എഫേസ്യർ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 22 വരെ വായിക്കുന്ന സമയത്ത് അവിടെ എഫേസ്യർ ലേഖനകാരൻ ഇത് തന്നെയാണ് പറയുന്നത്. 2-ാം അധ്യായം അതിൻ്റെ 19 മുതൽ
2 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമത്രേ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതു വരുന്നു. അവരിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളർന്നു. അവരിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ഇവിടെ എഫേസ്യ ലേഖനകർത്താവ് പറയുന്ന ഒന്ന്, സഭ എന്നുള്ളത്, വിശ്വാസികൾ കൂടി ചേരുന്ന സഭ എന്നുള്ളത് ദൈവത്തിന്റെ മന്ദിരമാണ് എന്ന അർത്ഥത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം വസിക്കുന്ന ഇടമാണ് സഭ എന്നുള്ളത്. 3, വരാനിരിക്കുന്ന ഒന്നിനെ കുറിച്ച്, സ്വർഗീയ കൂടാരത്തെക്കുറിച്ച് രേഖപ്പെടുത്തി പറയുന്നുണ്ട്. ദൈവത്തോടൊരുപ്പിച്ച് നാം വസിക്കുന്ന കൂടാരം. വെളിപാട് പുസ്തകം 22-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയും. എബ്രായ ലേഖനം 9-ാം അധ്യായം 23-ഉം 24-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ ഇപ്രകാരമാണ് കാണാനായിട്ട് കഴിയുക. ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം, സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷമാവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. ഇവിടെ യേശുക്രിസ്തു പ്രവേശിച്ച മന്ദിരം എന്നുള്ളത് മാനുഷികമായ ഒരു മന്ദിരമല്ല, മറിച്ച് സ്വർഗീയമായ അഭൗമമായ ഒരു മന്ദിരമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. സ്വർഗീയമായ ഒരു മന്ദിരത്തെക്കുറിച്ചാണ് ഇവിടെയും പരാമർശന വിഷയം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ അർത്ഥത്തിൽ 3 തരത്തിൽ ഒരു മനുഷ്യനെ ദൈവത്തിന്റെ മന്ദിരമായി, ഒരു സഭയെ ദൈവത്തിന്റെ മന്ദിരമായി, വരാനിരിക്കുന്ന സ്വർഗീയ അനുഭവത്തെ ദൈവത്തോടും മനുഷ്യരോടും കൂടിയുള്ള മന്ദിരമായിട്ടൊക്കെ പുതിയ നിയമം പഠിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മൾ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ യേശുക്രിസ്തു തന്നെ മന്ദിരവും, യേശുക്രിസ്തു തന്നെ യാഗപീഠവും, യേശുക്രിസ്തു തന്നെ യാഗവസ്തുവും, യേശുക്രിസ്തു തന്നെ യാഗം കഴിച്ച പുരോഹിതരുമായി തീർന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥ മനുഷ്യനിർമ്മിതമല്ലാത്ത ആലയത്തിൽ നടന്നത് ഒരിക്കലായി എൻ്റെയും നിങ്ങളുടെയും രക്ഷ സാധ്യമാക്കിയത്. അതുകൊണ്ട് ഈ കൂടാരം യേശുക്രിസ്തു തന്നെയായിരുന്നു, പുരോഹിതൻ യേശുക്രിസ്തു തന്നെയായിരുന്നു, യാഗവസ്തു യേശുക്രിസ്തു തന്നെയായിരുന്നു, ഈ യാഗസ്ഥലവും യേശുക്രിസ്തു തന്നെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ ഈ ആദ്യത്തെ 10 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പഴയ നിയമ കാലത്തുണ്ടായിരുന്ന മന്ദിരത്തിലുണ്ടായിരുന്ന എല്ലാം യേശുക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളുമായി നമുക്ക് ചേർത്ത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ അർത്ഥത്തിൽ പഴയ നിയമ കൂടാരം എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ ഒരു മുൻകുറിയാണ്, ഒരു ഫോർഷാഡോ എന്ന് പറയാൻ കഴിയുന്ന, മുൻകുറി എന്ന് പറയുന്ന, മുൻനിഴൽ എന്ന് പറയാവുന്ന ഒന്നാണ്. യേശുക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളുടെ, രക്ഷാകര പ്രവർത്തനങ്ങളുടെ മുൻകുറിയായിരുന്നു പഴയ നിയമ കാലത്ത് നിലനിന്നിരുന്ന ഈ ടാബർനാക്കിൾ എന്നുള്ളത്. അവിടെ പരാമർശിച്ചിരിക്കുന്ന പ്രധാന കാര്യങ്ങളെ യേശുക്രിസ്തുവിന്റെ പ്രവർത്തനവുമായി എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് പോകാം എന്ന് കരുതുന്നു. ഈ ഇന്നത്തെ ഈ ക്ലാസ്സിൽ തന്നെ അത് പൂർണ്ണമായി പറയാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് 9-ാം അധ്യായം 2 ഘട്ടങ്ങളായിട്ട് മാത്രമേ നമുക്ക് പോകാനായിട്ട് കഴിയത്തുള്ളൂ. ഏതായാലും അതിൻ്റെ ആദ്യം പറഞ്ഞതുപോലെ 3 ഘട്ടങ്ങളുണ്ട് ഈ ടാബർനാക്കിളിന്. അതിൻ്റെ ഏറ്റവും മുമ്പിലുള്ളതാണ് പ്രാകാരം എന്നുള്ളത്. ഈ പ്രാകാരത്തിലായിരുന്നു യഥാർത്ഥത്തിൽ യാഗപീഠം ഉണ്ടായിരുന്നു. ഏറ്റവും മുമ്പിലായിരുന്നു യാഗപീഠം. അതിന് പിന്നിലാണ് വിശുദ്ധ സ്ഥലം, അതിൻ്റെയും പിന്നിലാണ് അതിവിശുദ്ധ സ്ഥലം. അതുകൊണ്ട് ഏറ്റവും ആദ്യം ചെല്ലുന്ന ഒരു ആൾ കാണുന്നത് യാഗപീഠമാണ്. ഈ യാഗപീഠം എന്നുള്ളത് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ പ്രവർത്തനത്തോട് ചേർത്ത് ചിന്തിക്കാവുന്ന ഒന്നാണ്. പഴയ നിയമകാലത്ത് യാഗം കഴിച്ചാണ് ഒരു മനുഷ്യന്റെ പാപം മോചിക്കുന്നത്. പാപപരിഹാര ബലി, വീണ്ടെടുപ്പ് ബലി നടക്കുന്നത് ഈ യാഗപീഠത്തിലെ യാഗം കൊണ്ടാണ്. ഒരാളെ വീണ്ടെടുക്കണമെങ്കിൽ ഈ യാഗപീഠത്തിലെ രക്തം അർപ്പിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ വളരെ കൃത്യമായി പറയുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അതുകൊണ്ട് രക്തം ചിന്തി വിമോചനം സാധ്യമാകുന്ന പഴയ നിയമ യാഗപീഠത്തിൽ ഈ യാഗപീഠം തന്നെ യേശുക്രിസ്തുവിന്റെ ഒരു പ്രതിനിധാനമായി നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ യാഗപീഠത്തിന്റെ നിർമ്മിതിയെക്കുറിച്ച് നമ്മൾ കാണുന്നത് പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യാഗപീഠത്തിന്റെ നിർമ്മിതി എങ്ങനെയാണ്, യാഗപീഠം പണിയേണ്ടത്, അതെങ്ങനെ ആയിരിക്കണം എന്നൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ 9-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമായുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു. ഇവിടെ യേശുക്രിസ്തുവിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുകയാണ്. പഴയ നിയമകാലത്ത് ഈ യാഗപീഠത്തിലെ യാഗാർപ്പണത്തിലൂടെയാണ് വീണ്ടെടുപ്പ് സാധ്യമാകുന്നതെങ്കിൽ യേശുക്രിസ്തുവാകുന്ന പരമയാഗം, യേശുക്രിസ്തുവാകുന്ന പുരോഹിതൻ തന്നെ അർപ്പിച്ച പരമയാഗം എന്നുള്ളത് ഒരിക്കൽ മാത്രം അർപ്പിച്ച, തന്നെ ശരീരം അർപ്പിച്ച ഒരു ദിവ്യ ബലിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. വീണ്ടെടുപ്പാണ് ഇതിലൂടെ സാധ്യമാകുന്നത്.
ഇവിടെ 26-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ലോക സ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടി വരും. എന്നാൽ അവൻ ലോകാവസാനത്തെങ്കിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഇവിടെ ഒരിക്കൽ മാത്രം യേശു ക്രിസ്തു തൻ്റെ ശരീരമെന്ന യാഗം കഴിച്ചത് പഴയ നിയമ യാഗപീഠത്തിൻ്റെ പൂർണ്ണതയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ താമ്രം കൊണ്ട് നിർമ്മിച്ച, താമ്രം കൊണ്ട് പൊതിഞ്ഞ ഒരു യാഗപീഠം, അത് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ സൂചനയാണ്. അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി പരമബലിയായി അർപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ പഴയ നിയമകാലത്തെ നിഴലായിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. 28-ാം വാക്യം വായിക്കുമ്പോൾ അങ്ങനെ: അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ വീണ്ടും പ്രത്യക്ഷനാവും. ഇവിടെ അനേകരുടെ പാപങ്ങളെ മോചിച്ച ഏക ദിവ്യബലിയായിരുന്നു യേശുക്രിസ്തുവിൻ്റെ പരമയാഗം എന്നുള്ളത്. പഴയ നിയമ യാഗപീഠത്തിൻ്റെ പൂർത്തീകരണം യേശുക്രിസ്തുവിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ആ അർത്ഥത്തിൽ പഴയ നിയമകാലത്ത് നിലനിന്ന ടാബർനാക്കളിലെ പ്രാകാരത്തിലുണ്ടായിരുന്ന യാഗപീഠം എന്നുള്ളത് യേശുക്രിസ്തുവിൻ്റെ മുൻകുറിയായിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്ന ഒരു അരുളപ്പാടി പ്രകാരമാണ്: അവൻ തൻ്റെ ജനങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാൻ ഇരിക്കൊണ്ട് അവൻ യേശു എന്ന പേരിടണം. യേശു എന്ന രക്ഷകന്റെ മുൻകുറിയായിരുന്നു പഴയ നിയമകാലത്ത് പ്രാകാരത്തിൽ വെച്ചിരുന്ന ഈ ബലിപീഠം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. 2, അത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവിടെ വെച്ചിരുന്നത് ഒരു താമ്രത്തൊട്ടിയാണ്. ഈ താമ്രത്തൊട്ടി കഴുകുന്നതിന് വേണ്ടി, ഈ സെറമോണിയൽ വാഷിങ്ങിന് വേണ്ടിയുള്ള ഒരു ഉപകരണമായിരുന്നു. പുരോഹിതന്മാർ അവിടെ പ്രവേശിക്കുമ്പോൾ അവരുടെ കാലും കൈയും മാത്രം കഴുകി ഈ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നുള്ളൊരു താമ്രത്തൊട്ടി അവിടെ വെച്ചിരുന്നു. അവിടെ അതിൻ്റെ ഈ താമ്രത്തൊട്ടിയുടെ പണിക്കും നിശ്ചിതമായ ക്രമീകരണങ്ങളും അളവുകളും ഒക്കെ ഉണ്ടായിരുന്നു. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 17 മുതൽ 21 വരെ വായിക്കുമ്പോൾ നമുക്ക് ഈ താമ്രത്തൊട്ടി എങ്ങനെ നിർമ്മിക്കണം എന്നൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ മോശ മുഖാന്തരം ദൈവം കൊടുക്കുന്നത് കാണിക്കാൻ. വെള്ളം നിറച്ച് വെച്ച ഒരു തൊട്ടിയാണ്. ഈ തൊട്ടിയുടെ ഉദ്ദേശം പുരോഹിതന്മാരുടെ കൈയും കാലും കഴുകുക എന്നുള്ളതായിരുന്നു. ഇത് ശുദ്ധീകരിക്കുന്ന ക്രിസ്തുവിനെ കാണിക്കുന്നതാണ്. ഈ താമ്രത്തൊട്ടിയും പ്രതിനിധീകരിക്കുന്നത് യേശുക്രിസ്തുവിനെ തന്നെ. പഴയ നിയമ കാലത്തെ ദേവാലയത്തിൽ വെച്ചിരുന്ന ഈ താമ്രത്തൊട്ടി എന്നുള്ളത് അത് യേശുക്രിസ്തുവിൻ്റെ ഒരു നിഴൽ രൂപമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ശുദ്ധീകരിക്കുന്നവനായ ക്രിസ്തുവിൻ്റെ, എന്നെയും നിങ്ങളെയും കഴുകി ശുദ്ധീകരിക്കുന്ന ക്രിസ്തുവിൻ്റെ ഒരു മുൻകുറിയായിരുന്നു. പാപമോചനം മാത്രമായിരുന്നില്ല കർത്താവ് എനിക്ക് നിങ്ങൾക്ക് നൽകിയത്, മറിച്ച് അവൻ നമ്മെ കഴുകി ശുദ്ധീകരിച്ച് വീണ്ടെടുത്തു എന്നുള്ളതാണ്. കൊരിന്ത്യർക്ക് 1-ാം ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളോ അവനാൽ യേശുക്രിസ്തുവിലിരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. എന്നെയും നിങ്ങളെയും ശുദ്ധീകരിച്ച ശുദ്ധീകരണ ശക്തി എന്നുള്ളത് അത് യേശുക്രിസ്തുവായിരുന്നു. വചനമായ യേശുക്രിസ്തുവിനാൽ കഴുകപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. അതിൻ്റെ മുൻകുറിയാണ് യഹൂദ ന്യായപ്രമാണ പ്രകാരം ക്രമീകരിച്ചിരുന്ന ഈ താമ്രത്തൊട്ടിയിൽ വെച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇത് ഒരു സെറിമോണിയൽ ബാത്തിങ് ആണെന്ന് ഞാൻ പറഞ്ഞു, സെറിമോണിയൽ വാഷിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞു. അത് ഒരു പൂർണ്ണമായൊരു കുളിയല്ല, മറിച്ച് കാലും കൈയും കഴുകി വെടിപ്പാക്കി ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു രീതിയായിരുന്നു അവിടെ നിലനിന്നിരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 3 മുതൽ 10 വരെ വായിക്കുമ്പോൾ യേശുക്രിസ്തു ശിഷ്യന്മാരുടെ പാദം കഴുകുന്നതിനെ കുറിച്ച് നമുക്ക് കാണാം. അവിടെ പത്രോസ് പറയുന്നുണ്ട് എന്നെ മുഴുവൻ കഴുകണം. ഇപ്പൊ യേശുക്രിസ്തു പറയുന്നുണ്ട് ആവശ്യമില്ല, കുളിച്ച മനുഷ്യനെ സംബന്ധിച്ച് കാലും കൈയും കഴുകലാണ് പ്രധാനം എന്നുള്ളത്. ഇവിടെ യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട എനിക്കും നിങ്ങൾക്കും വീണ്ടും ഒരു കുളിയല്ല ആവശ്യമായിരിക്കും, മറിച്ച് യേശുക്രിസ്തു കഴുകുന്ന, നമ്മുടെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു എന്നുള്ളത്. ആ അർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഒരു മുൻകുറിയാണ് പഴയ നിയമകാലത്ത് ദേവാലയത്തിൽ വെച്ചിരുന്ന ഈ ടാബർനാക്കിളിന്റെ മുമ്പിൽ വെച്ചിരുന്ന താമ്രത്തൊട്ടി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. 3-ാമത്, താമ്രത്തൊട്ടി കഴിഞ്ഞ് പ്രവേശിക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലമാണ്. 1-ാമത്തെ വിശുദ്ധ സ്ഥലം, അവിടെ ഒരു നിലവിളക്കുണ്ട് എന്നുള്ളത്. നിലവിളക്ക് വെച്ചിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിലവിളക്കിന്റെ പ്രത്യേകത നമുക്കറിയാം. 6 ഇതളുകളുള്ള, ഒരു വശത്തേക്ക് 3 മറുവശത്തേക്ക് 3 6 ഇതളുകൾ സൈഡിലേക്ക് നിൽക്കുന്ന നിലവിളക്കാണ്. നേരെയുള്ള 1, അങ്ങനെ 7 ദീപങ്ങൾ പ്രകാശിപ്പിക്കാവുന്ന നിലവിളക്കായിരുന്നു അതിൻ്റെ മുമ്പിൽ വെച്ചിരുന്നത്. ഇവിടെ ഇത് ഒരുപോലെ യേശുക്രിസ്തുവിനെയും സഭയെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ യേശുക്രിസ്തു പറയുന്നത് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ നിലവിളക്ക് ഇതിനകത്ത് വെച്ചത് എന്ന് ചോദിച്ചാൽ പ്രകാശത്തിന് വേണ്ടി വെച്ചിരുന്നതാണ്. 7 തിരികളുള്ള ഈ നിലവിളക്ക് പ്രകാശത്തിന് വേണ്ടിയാണ്. യേശുക്രിസ്തു
എങ്ങനെയാണ് ഇതിനെ പ്രതിദാനം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു പറഞ്ഞ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഒരേ സമയം യേശുക്രിസ്തുവിന്റെയും സഭയുടെയും പ്രതിനിധാനം ചെയ്യുന്ന ഒന്നാണ് ഈ നിലവിളക്ക് എന്നുള്ളത്. അത് എപ്രകാരമാണോ എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു ആകുന്ന പ്രകാശത്തിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് ഈ ലോകത്തിൽ വിളങ്ങേണ്ട, ആലയത്തിൽ വിളങ്ങേണ്ട പ്രകാശ നാളങ്ങളാണ്, ദീപങ്ങളാണ് ഞാനും നിങ്ങളും എന്നുള്ള തിരിച്ചറിവില്ല. സഭയെക്കുറിച്ച് പൊതുവെ പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് വെളിപാട് പുസ്തകകാരൻ പറയുന്നത്. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നീ കണ്ട 7 നിലവിളക്കുകൾ 7 സഭകളാകും, 7 സഭകളുടെ ദൂതന്മാരാകും. ഇവിടെ ഈ സഭയെ പ്രതിനിധാനം ചെയ്ത് നിൽക്കുന്നത് ഈ നിലവിളക്കുകളാണ് എന്നുള്ളത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് ലോകത്തിൽ പ്രകാശങ്ങളായി ശോഭിക്കേണ്ട മനുഷ്യരാണ് ഈ സഭയാകുന്ന നിലവിളക്ക് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ലോകത്തിന്റെ വെളിച്ചം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് ജ്വലിച്ച് പ്രകാശിക്കേണ്ട പ്രകാശ നാളങ്ങളാണ് സഭ എന്നുള്ളത്. ഇവിടെ ഈ ടാബർനാക്കലിനകത്തുള്ള നിലവിളക്ക് യേശുക്രിസ്തുവിന്റെ നിഴലാകുന്നത് യേശുക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നുള്ളത്. സകലരെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശമായി, ജീവിക്കുന്ന പ്രകാശമായി, ലോകത്തിലെ സകലത്തിനെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശമായി ലോകത്തിലേക്ക് വന്ന യേശുക്രിസ്തുവിന്റെ മുൻകുറിയാണ് ഈ പഴയ നിയമ കാലത്ത് ആരാധനയ്ക്കായി ഒരുക്കിയിരുന്ന ഈ ടാബർനാക്കലിനുള്ളിൽ ഉണ്ടായിരുന്ന നിലവിളക്ക് എന്നുള്ളത്. ആ അർത്ഥത്തിൽ ഓരോന്നിനും യേശുക്രിസ്തുവിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ടാബർനാക്കലിലെ ഉപകരണങ്ങളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി, വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി അത്തരത്തിലാണ് സാധൂകരിക്കപ്പെട്ടത്. ഒരുപക്ഷെ ഈ 9-ാം അധ്യായം പഠിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയേണ്ടത്, പഴയ നിയമ കാലത്ത് എങ്ങനെയാണോ പാപപരിഹാര ബലി നടത്തിയിരുന്നത് അതിന് സമാനമായ പ്രവർത്തനങ്ങൾ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചെയ്തതുകൊണ്ടാണ് ഞാനും നിങ്ങളും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായി ജീവിക്കുന്നത്. അങ്ങനെയാണ് എന്നെയും നിങ്ങളെയും പഴയ നിയമ സഭയോട് കൂട്ടിച്ചേർക്കുന്നത്. പുതിയ ഇസ്രായേലായി ഞാനും നിങ്ങളും പരിവർത്തനപ്പെടുന്നത് യേശുക്രിസ്തുവിൻ്റെ ഈ പ്രക്രിയയിലാണ്. ആ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് വളരാൻ കഴിഞ്ഞാൽ, ആ ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് വളരാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ധന്യമായി തീരും നമ്മുടെ ജീവിതം. അങ്ങനൊരു ജീവിതം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. അതിന് ഇത്തരത്തിലുള്ള വേദ പഠനങ്ങൾ സാധ്യമാക്കി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.